ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നിട്ടുണ്ടെങ്കിൽ, അതായത് യൂട്യൂബ് ഫേസ്ബുക്കൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ആനന്ദ് അംബാനിയുടെ 1000 കോടി രൂപയുടെ കല്യാണത്തെ പറ്റിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനും വേണ്ടി പോകുന്നതും അതിനെക്കുറിച്ചാണ്. അപ്പം നിങ്ങൾ ഓൾറെഡി കല്യാണം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് എത്ര രൂപയെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതേപോലെ കൂടിപ്പോയ എത്ര പേര് ആ ഒരു കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, 10-28 വയസ്സായിട്ടും കല്യാണമായിട്ടില്ല. അപ്പോൾ നമുക്ക് അറിയാനെ കൊണ്ടാണ്. പിന്നെ വീഡിയോ കാണുന്നവർ ജസ്റ്റ് കമൻ്റായിട്ട് അടിക്കുക, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് എത്ര പേര് വന്നിട്ടുണ്ട്, എത്ര രൂപ ചിലവായി, സ്ത്രീധനം എത്ര കിട്ടി, കാറ് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് കമൻ്റ് അടിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളെ കല്യാണത്തിന് ഒരു 1000 കോടി രൂപ ചിലവാക്കി ഒരു കല്യാണം നടത്തുവാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നൂടെ ജസ്റ്റ് കമൻ്റായിട്ട് ചെയ്യുക. അപ്പം ഈ 1000 കോടി രൂപ എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാൻ വയ്യാത്ത ഒരു തുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ ആനന്ദ് അംബാനിയുടെ തന്ത അംബാനി, മുകേഷ് അംബാനിയുടെ ആകെ സ്വത്തിൻ്റെ കണക്കെന്ന് പറയുമ്പോൾ $112 ബില്യൺ ആണ്. അതായത് അമേരിക്കൻ ബില്യൺ ഡോളേഴ്സ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഇന്ത്യൻ റുപ്പീസായിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് അറിയാവുന്നവരൊന്ന് കമൻ്റ് അടിക്കുക. $112 ബില്യൺ ആണ് ഈ മുകേഷ് അംബാനിയുടെ സ്വത്തായിട്ടുള്ളത്. അതിൽ നിസ്സാരം പോലാണ് നമ്മൾ നമ്മുടെ കയ്യിലെയോ മൂക്കിലെയോ അല്ലെ തൊലിയിലോ ഏതോ രോമോ ഇല്ല, അതേപോലെയാണ് ഈങ്ങാർക്ക് 1000 കോടി രൂപ. അപ്പോൾ കല്യാണമല്ല, ഇത് ജസ്റ്റ് ഫങ്ഷൻ വേണ്ടി മാത്രമാണ്. കല്യാണം അടുത്ത ജൂലൈ മാസത്തിലെങ്ങാണ്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് ഇപ്പം 1000 കോടി പറഞ്ഞെങ്കിലും ഇത് അതിൻ്റെ അപ്പുറത്തേക്ക് ആവാനാണ് ചാൻസ്. നിങ്ങളുടെ കല്യാണത്തിന് ഒരു 1000 കോടി രൂപ ചിലവാക്കാൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ വരുന്ന എല്ലാവർക്കും ഒരു 50 ലക്ഷം രൂപ വെച്ച് കൊടുക്കും. ഒരു 1000 പേര് വന്നിട്ടുണ്ടെങ്കിൽ 1000 കോടി രൂപ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പം 1000 കോടി രൂപ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് 1000 പേര് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും 50 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ബാക്കി 500 കോടി ബാലൻസ് വരും. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല വലിയ രീതിയിൽ കാറ് സാധനങ്ങൾ, കുറേ സ്ഥലങ്ങൾ മേടിക്കും. ഇതൊക്കെ ചെയ്യുന്നാലും ബാക്കി എനിക്ക് തോന്നുന്നൊരു 450, കൂടിപ്പോയാൽ 450 അല്ല 80, ഒരു കൂടിപ്പോയാൽ നമ്മൾ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണങ്ങൾ ഏറ്റവും കാശുള്ളവൻ്റെ കൂടിപ്പോയിട്ടുണ്ട് ഒരു 10 കോടി രൂപ ചിലവായിട്ടുണ്ടാവും. ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കാശുള്ളവരുടെ കല്യാണം കൂടിപ്പോയാൽ ഒരു 3 കോടി രൂപയ്ക്കൊക്കെ അകത്തേ ഉണ്ടായിട്ടുണ്ടായിരിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പെണ്ണിന് മൊത്തം സ്വർണ്ണങ്ങൾ ഇട്ടു, അതേപോലെ ഒരു വലിയ കാറ് കൊടുത്തു, ബംഗ്ലാവ് കൊടുത്തു, എല്ലാം കൂടെ കൂടിപ്പോയ ഒരു 3 കോടിയുടെയൊക്കെ സ്വത്ത് അങ്ങനെയൊക്കെ വരുമായിരിക്കും. പക്ഷേ ഇത് ജസ്റ്റ് ഫങ്ഷന് വേണ്ടി മാത്രത്തേക്ക് 1000 കോടി രൂപ നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ കഴിയില്ല. ഇത് എങ്ങനെ ചിലവാക്കും? അല്ലേ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ ഈ കല്യാണം കാണാൻ വരുന്ന 1000 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ കല്യാണം കാണാൻ വരുന്ന എല്ലാവർക്കും ഓരോ കോടി രൂപ വെച്ച് 1000 പേര് കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്, ആ പൈസ തീരുന്നതായിരിക്കും. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ 1000 കോടി രൂപ നമ്മൾ കല്യാണത്തിന് ഞാൻ എന്നാലും അങ്ങനെ ആലോചിക്കുന്നത്, ഇത് ഇത്രയും പൈസ എങ്ങനെ? ഇതിപ്പം കണക്കുകൾ ജസ്റ്റ് പുറത്ത് വിട്ടത് ഇങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ഇനി കൂട്ടിക്കുറച്ചുള്ളതെല്ലാം കൂടെ അടുത്ത ദിവസങ്ങളിലായിട്ട് വെളിയിലാവും. പിന്നെ ഈ കല്യാണം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൊടും കാട്ടിനകത്താണ്. ഇവർ തന്നെ അങ്ങാണ്ട് 1997 മോനുണ്ടാകുന്ന സമയത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു കാടാണ്. ഇവരായിട്ട് സ്വന്തമായിട്ട് മേക്ക് ചെയ്ത കാട്. ഏകദേശം 10-3000 ഏക്കറിനകത്ത് ഇങ്ങനെ ഒരു കാട് സൃഷ്ടിച്ചിട്ട് അതിൻ്റെ അകത്താണ് ഇങ്ങനെ ഫങ്ഷന് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. VIPs ആണ് ഫുള്ള് ഇവരുടെ വല്ല ഫങ്ഷന് വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ അവർക്ക് വരാനുള്ള പ്ലെയിന്, ഹെലികോപ്റ്റർ, അതേപോലെ അവരുടെ നഖം വെട്ടാൻ, മുടി വെട്ടാൻ എല്ലാം ആൾക്കാരുണ്ട്. പിന്നെ ഈ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ 1000 കോടിയായി. അതേപോലെ ഈ കാടിനകത്ത് തന്നെ മൊത്തം സെറ്റപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാടിനകത്ത് മൃഗങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവന്മാർ കുറച്ച് സാധനങ്ങൾ പണിത് വെച്ചിട്ടുണ്ട്. അതായത് ഈ
ഓരോ അസുഖങ്ങൾ വരുന്നതിനെ ആണെങ്കിലും നാട്ടും പുറത്ത് നിന്ന് ഒഴിവാക്കുന്നതിനെ ആണെങ്കിലും ഭ്രാന്ത് പിടിക്കുന്നതിനെ ഒക്കെ ആണെങ്കിലും ആനകളെയോ മറ്റ് മൃഗങ്ങളെ എല്ലാം കൊണ്ടുപോയിട്ട് ഇവിടെ ചികിത്സിക്കും. അതായത് ചികിത്സിച്ച് നേരെയാക്കും. പക്ഷേ ഞാൻ പറയട്ടെ, നല്ല കാര്യം തന്നെയാണ് ഈ മൃഗങ്ങളെയൊക്കെ പിടിച്ച് റെസ്ക്യൂ ചെയ്ത് രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇതൊരു മനുഷ്യർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നില്ല? ഇവന്മാർ ഇത്രയും കാശുണ്ടായിട്ട് ഒരു ആൾക്ക് പോലും ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല ഇവനൊക്കെ രത്തൻ ടാറ്റ ഇങ്ങനെ ഫണ്ടുകൾ പാവങ്ങൾക്ക് കൊടുക്കുന്ന അത് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അംബാനിയൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് എന്തോ പെട്രോൾ പമ്പും അതായത് ഇപ്പോൾ ഇറങ്ങിയ ജിയോ സിം അങ്ങനെ കുറച്ച് ഉടായ്പകൾ കൊണ്ട് മുമ്പോട്ട് വന്നതാണ്. ആൾക്കാരെ മുമ്പിച്ച് കുറേ കാശുണ്ടാക്കി അങ്ങനെ മുകളിലേക്ക് കയറി വന്ന ആൾക്കാരാണ്. ആൾക്കാരെ വലിപ്പിച്ച് ഇപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ സിമ്മിൻ്റെ റീചാർജ് ചെയ്യാനെ കൊണ്ട് 300 രൂപ 400 രൂപയൊക്കെയാണ്. അതിപ്പം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സാധാരണക്കാരനെ വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം പണിക്ക് പോകുമ്പം ഒരു കടയിലൊക്കെ പോകുന്ന ഒരാൾക്ക് കൂടിപ്പോയാൽ 300 രൂപ കിട്ടുന്നുള്ളൂ. ആ ഒരു 300 രൂപ വെച്ചാണ് റീചാർജ് ചെയ്യുന്നത്. അപ്പം ഈ ഇന്ത്യയിലുള്ള ഇത്രയും ആളും ഇവൻ്റെ സിം ഉപയോഗിച്ച് റീചാർജ് ചെയ്യുമ്പം ഒരു ദിവസത്തിൽ തന്നെ എത്ര ലക്ഷം ആൾക്കാർ 300 രൂപയുടെ റീചാർജ് ചെയ്യുന്നെന്ന് നോക്കി. അപ്പം അത്രയും ഫണ്ട് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ പിന്നെ ഇത് വെച്ച് നോക്കുമ്പോൾ 1000 കോടി രൂപ ചിലവാക്കിയാൽ എന്തല്ലേ. പിന്നെ ഇത്രയും കാശൊക്കെ എങ്ങനെ ഉണ്ടാക്കി ഇത്? എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാതെ മൃഗങ്ങളെ ഇല്ലേ, മറ്റേ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഒരു പട്ടീനെ തല്ലിക്കൊല്ലാന്ന് കഴിഞ്ഞാൽ പല പട്ടികളും ചോദിക്കാനുണ്ട്. പക്ഷേ ഒരു മനുഷ്യനെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഒരു പട്ടിയില്ല, ഒരു മൃഗങ്ങളുമില്ല. ഈ പറഞ്ഞ കാട്ടിനകത്ത് മനുഷ്യരെയും നോക്കാനും എടുക്കാനും ഉള്ള ഒരു പിന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ കുറച്ച് ബിസിനസ്മാന്മാർ നമ്മുടെ ഈ ലോകത്തുള്ളതുകൊണ്ട് കുറേ ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവന്മാർ ചുമ്മാ ഓസിന് പൈസ കൊടുക്കുന്നുമില്ല ഈ തൊഴിലാളികൾക്ക്. ഇവന്മാരെ 12 മണിക്കൂർ ഓളം വിട്ട് കഷ്ടപ്പെടുത്തി അവന്മാരുടെ ചാറെല്ലാം ഊറ്റിയിട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ 8000 രൂപ അല്ലെ 12000 രൂപയേ ഉള്ളൂ. പിന്നെ ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ അവിടുന്ന് സെപ്പറേറ്റ് കമ്പനികളിൽ തന്നെ ചിലയിടത്ത് ഫുഡ് ഫ്രീ ആണ്, താമസം ഫ്രീ ആണ്, ഓക്കെ. പക്ഷേ ചിലയിടത്ത് ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് തന്നെ ഒരു കൂപ്പണുണ്ട്. ആ കൂപ്പൺ എടുക്കാനെ കൊണ്ട് സെപ്പറേറ്റ് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരണം. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇപ്പം ഞാനിപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവന്മാർ മുകേഷ് അംബാനി ഉണ്ടാക്കിയ കാട്ടിനകത്തല്ല, ഇത് അല്ലാതെ ഫോറസ്റ്റ് തന്നെയാണ്. ഇത് നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഫുള്ള് കാടാണ്, കണ്ട. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നതും അല്ലാതെ ആണെങ്കിലും ഒക്കെ വന്ന് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കിളി പോയി ഇരുന്ന് ആലോചിക്കുന്ന സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഈ സ്ഥലം നമ്മുടെ തട്ടാക്കുടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഫുള്ള് കാടാണ്. ഇനി അങ്ങ് താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ വീടുകൾ കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടുത്തെ സ്ഥലം എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയോ. കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കുശുമ്പുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. ജസ്റ്റ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വരാൻ കാരണം തന്നെ ഇത് കൊണ്ടായിരിക്കും. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് 1000 കോടി രൂപയുടെ ഫങ്ഷൻ. എൻ്റെ പൊന്നെ, ഒന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. ഒരു 1000 പേർക്ക് ഓരോ കോടി രൂപ വെച്ച് കൊടുക്കാനുള്ള അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 1000 പേർക്ക് ഓരോ കോടി രൂപ വെച്ചൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത്രയും പൈസ ഉണ്ടാക്കി ചുമ്മാ ഇവനൊക്കെ കാശ് പൊടിച്ച് കളയുന്നതിനൊരു ഇതില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ 112 ബില്യൺ US$ ഇങ്ങനെ കയ്യിരിക്കുമ്പോൾ അത് ജസ്റ്റ് കണക്ക് മാത്രമാണ്. ഇതൊന്നും ആയിരിക്കത്തില്ല, ഇതിൻ്റെ ഇരട്ടി ഇവൻ്റെ കയ്യിലുണ്ടാവും. മറ്റ് പല അക്കൗണ്ടുകളിലായിട്ടും മാമൻ്റെയും മാമിയുടെ ഒക്കെ അക്കൗണ്ടുകളിലായിട്ട് നമ്മൾ കുറച്ച് പൊളിറ്റീഷ്യൻസ് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ സ്വന്തം അക്കൗണ്ടിൽ ഇങ്ങനെ ചോദിക്കുന്ന പൈസ ഇടത്തില്ല. ഇത് മാമൻ്റെ മാമിയുടെ പിന്നെ കുഞ്ഞമ്മയുടെ അതേപോലെ മോടെ പെണ്ണും പിള്ളയുടെ അല്ലെങ്കിൽ കൊച്ചച്ഛൻ്റെ ഒക്കെ അക്കൗണ്ടിലൊക്കെ ആയിരിക്കും ഫണ്ടുകൾ. ജസ്റ്റ് ഇവരോടൊക്കെ ആര് ചോദിക്കാനാ ഈ ഫണ്ടൊക്കെ എന്ത് ചെയ്യുന്നത്?
ഇത് ഇപ്പം നമ്മുടെ ലോകത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ എന്നുള്ളൊരു സ്കീമായിരുന്നു. എന്തുവാ ആരും ചോദിക്കാനില്ല, രാജാക്കന്മാരോട് ഒന്നും ചോദിക്കത്തില്ല. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. കാശുള്ളവൻ്റെ കീഴിൽ ഏത് മുതിർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും അവർക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നതല്ലാതെ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഇത്രയും കാശുണ്ടോ? ഞാൻ ആലോചിച്ച് നോക്കട്ടെ, കൂടിപ്പോയാൽ മുകേഷ് അംബാനിക്ക് ഒരു 70-80 വയസ്സ് കാണും. അപ്പോൾ ഈ 80 വയസ്സുള്ള ആൾ ഒരു 18-ാമത്തെ വയസ്സിൽ ജോലി തുടങ്ങാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്രയും കാശ് അങ്ങനെ ഉണ്ടായി. ഈ ഇടയ്ക്കാണ് സിമ്മ് കാര്യങ്ങളൊക്കെ വന്നത്. ഈ പെട്രോളിൻ്റെ ഒക്കെ കാശെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ പറ്റും? എന്തൊക്കെയോ ഉടായ്പ് കളിച്ച് ഉണ്ടാക്കിയ കാശാണ്, ആൾക്കാരെ വലിപ്പിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇപ്പം എൻ്റെ കൈ അങ്ങ് വേദന എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഫോണ് ജസ്റ്റ് മാറ്റി പിടിച്ചത്. ഞാൻ ചോദിച്ചിട്ട് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ കല്യാണത്തിന് ഇത്രയും പൈസ ഒന്നും ചിലവാക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും കുറേ കാശുണ്ട്, കുറേ സ്ഥലങ്ങൾ മേടിക്കുക. എൻ്റെ ആഗ്രഹം ഒറ്റ കാര്യത്തിൽ പറയാം, ഒരു വലിയൊരു സ്ഥലം മേടിക്കുക. ഇതേപോലെ ഒരു കാട് പോലുള്ളൊരു സ്ഥലം, അതിനകത്ത് കുറച്ച് തോട്, ആറ്, പുഴ, അങ്ങനെ കുറേ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓഫ് റോഡ് പോലെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു 2-3-4 വണ്ടി, ഒരു ട്രക്കോ അല്ലെങ്കിൽ ട്രക്ക്, അതേപോലെ ഒരു 2-3 അല്ലാത്ത സെപ്പറേറ്റ് ട്രക്കുകൾ, ജീപ്പ്, പിന്നെ ഒരു 2-3 സുപ്ര, GTR, സ്കൈലൈൻ അങ്ങനെ പോലത്തെ വണ്ടികൾ, പിന്നെ ഒരു 3-4 ബൈക്ക്, പിന്നെ പണിക്കാല് V4, അതേപോലെ S1000 RR, അങ്ങനെ കുറച്ച് വണ്ടികൾ, BMW, അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചു ഇടുക. പിന്നെ അത്യാവശ്യം വലിയ വീടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, എനിക്ക് വലിയ വീടിനോട് താല്പര്യമില്ല. നമുക്കൊക്കെ വലിയ വീടിൻ്റെ ആവശ്യമില്ല. അപ്പം ചെറിയൊരു വീട്, കുറേ വണ്ടികൾ, കുറച്ചേറെ സ്ഥലം. ഇപ്പം നമ്മുടെ പേരിൽ 1 സെൻറ്റ് സ്ഥലം പോലും ഇല്ല. അത് എന്തെങ്കിലും ഭാവിയിൽ നമ്മൾ ജോലിക്കൊക്കെ പോയി സെറ്റാകും. അങ്ങനൊക്കെ ആ കാര്യങ്ങൾ. പിന്നെ സ്ഥലമില്ലെന്നല്ല, നമുക്ക് അല്ലാതെ സ്ഥലമുണ്ട്, എന്നാലും സ്വന്തം പേർക്കെന്ന് പറയാൻ വേണ്ടി ഇല്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇങ്ങനൊക്കെയാണ് കാര്യങ്ങൾ. കൈ അങ്ങ് വേദന എടുക്കുന്നു, എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, നാട്ടുകാരെല്ലാം പ്രാവി ഇട്ടേക്കാണ് ഗൈസ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പ്. അപ്പം ഈ മുടിയൊക്കെ വളർന്ന് പ്രാന്തനെ പോലെ ആയതുകൊണ്ട് വീടിൻ്റെ വെളിയിൽ ഇറങ്ങണ്ട. ആൾക്കാരെല്ലാം പ്രാവി നമ്മൾ പറയത്തില്ല, കുറച്ച് നേരം കൈയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന എടുക്കണം. അപ്പോൾ അത് പ്രാക്കാണ്. അപ്പോൾ ഞാനതിനെ വിശ്വസിക്കുന്നു. ഇതിപ്പം വീട്ടിൽ ചെന്നിട്ട് വല്ല മുളകോ മല്ലിയൊക്കെ ഉഴിഞ്ഞ് ഒന്ന് ഇട്ട് നോക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ കല്യാണത്തിന് എത്ര പേര് വന്നിട്ടുണ്ട്? ഞാൻ പറഞ്ഞിട്ട് സാധാരണ ഒരു കല്യാണത്തിന് കൂടിപ്പോൾ ഒരു 200 ആൾ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, പുള്ളി ഈ പറഞ്ഞ ഫംഗ്ഷന് ഏകദേശം 50,000-ത്തിലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്, അതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം അത്രയും ആളുകൾക്ക് നമ്മളെ കൊണ്ടൊന്നും കൂടാത്തൊരു കാര്യമാണ്. ഈ ഒരു സംഭവം വന്നതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾക്ക്, അവൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണം കിട്ടി. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യം. ഇപ്പം ഇങ്ങനൊരു കല്യാണം ഇല്ലായിരുന്നെങ്കിൽ അതും ഇല്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ. വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റായിട്ട് അടിക്കുക. അപ്പോൾ നമ്മുടെ അഭിപ്രായം ഇതാണ്. എന്താ പറയാനാണ് ഗൈസ്, 1000 കോടി രൂപ എന്നൊക്കെ ഒരു മര്യാദയില്ല. ഇതിന് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ റിയാക്ട് ചെയ്തതാണ്. ഓർക്കുമ്പോൾ തന്നെ പ്രാന്ത് പിടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ. ശരി, എന്നാൽ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ വീണ്ടും വരാൻ ശ്രമിക്കാം, ചത്തില്ലെങ്കിൽ. അപ്പോൾ ശരി, എന്നാൽ ആരെങ്കിലും തല്ലിക്കൊന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും വരും. അപ്പം ശരി എന്നാൽ ഗൈസ്, ഗുഡ് ബൈ.